Morning students. Today we start module 4. First chapter is orthogonal functions and Fourier series. ആദ്യം ഓർത്തോഗണൽ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞാണ് ഫോറിയർ സീരീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഓർത്തോഗണൽ ഫംഗ്ഷൻ പറയുന്നതിന് മുമ്പ് ഇന്നർ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് പറയണം. അപ്പോൾ ഇഫ് യു ഹാവ് ഗിവൺ two vectors u equal to u1i plus u2j plus u3k and v equal to v1i plus v2j plus v3k, then the inner product അല്ലെങ്കിൽ അതിനെ സ്കെലാർ പ്രോഡക്റ്റ് എന്ന് ഡോട്ട് പ്രോഡക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് യു ആൻഡ് വി ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ബൈ യു ഡോട്ട് വി. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് u1v1 plus u2v2 plus u3v3 ആണ്. Even though u and v are vectors, the dot product is a scalar value. That is, u dot v is not a vector, it is a scalar value. And dot product have the following properties. അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആണ് പറഞ്ഞത്. പിന്നീട് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. സോ ഇഫ് വി ഗിവൺ two functions f1 and f2 on an interval closed interval ab, then their inner product is the number inner product f1 f2 is equal to integral a to b f1 of x into f2 of x dx. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നർ പ്രോഡക്റ്റില് രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ എന്ന് പറയണമെങ്കിൽ അവരുടെ ഇന്നർ പ്രോഡക്റ്റ് 0 ആകുമ്പോഴാണ് പറയാം. അതേപോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണ് എന്ന് പറയാൻ വി യൂസ് സെയിം ടെർമിനോളജി. Functions f1 and f2 are said to be orthogonal on an interval closed interval ab if inner product of f1 f2 that is equal to integral a to b f1 of x into f2 of x dx is equal to 0. ഇനി നെക്സ്റ്റ് ഇത് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് f1 of x x സ്ക്വയറും f2 of x x ക്യൂബും ആണ്. ഇന്റർവെല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ഇന്റർവെല്ലിൽ ചിലപ്പോൾ ഈ ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ആവണമെന്നില്ല, ചിലയിടത്തെ ഓർത്തോഗണൽ ആവുള്ളൂ. ഇവിടെ തന്നിട്ടുള്ള ഇന്റർവെല് ക്ലോസ് ഇന്റർവെൽ -1 ആണ്. So ഇവിടെ ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു പ്രൂവ് ദ ഇന്നർ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഹിയർ വി കാൽക്കുലേറ്റ് ഇന്റഗ്രൽ എ ടു ബി f1 of x into f2 of x dx. ഇവിടെ ഇന്റർവെല് ഇന്റഗ്രൽ -1 to 1 ആണ്. ഇതിന്റെ എക്സ് സ്ക്വയറും എക്സ് ക്യൂബും ആണ് ഫംഗ്ഷൻസ്. അപ്പൊ എക്സ് റേസ് 5 എന്നായി. അതിന്റെ ഇന്റഗ്രൽ എക്സ് റേസ് 6 ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് -1 എക്സ് റേസ് 6/6. അതിന് ബിറ്റ്വീൻ ദി ലിമിറ്റ് -1 to 1 കൊടുക്കുമ്പോൾ upper limit minus lower limit ചെയ്യുമ്പോൾ വാല്യൂ 0 എന്നാണ് കിട്ടുന്നത്. Therefore these functions are orthogonal in this interval. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് cos x ഉം sin square x ഉം ആണ്. ഇന്റർവെല് ക്ലോസ് നമ്മൾ 0π. നമുക്ക് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇന്റഗ്രൽ 0 to π cos x sin square x dx. അപ്പൊ ഇവിടെ sin square x വന്നതുകൊണ്ട് തന്നെ sin x ന്റെ ഡെറിവേറ്റീവ് ആണല്ലോ cos x വരിക. അപ്പം sin x ന് സം u എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. സോ പുട്ട് sin x is equal to u. സോ cos x dx du ആയി മാറി. അപ്പൊ ഈ ഇന്റഗ്രൽ എന്തായി മാറി? ഇന്റഗ്രലിന്റെ ലിമിറ്റ് അതിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ പിന്നീട് വീണ്ടും cos x sin x ലേക്ക് മാറ്റിയിട്ട് ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പൊ ഈ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ sin square x cos x എന്നുള്ളത് sin x ന് u എന്ന് കൊടുത്തു. അപ്പൊ u സ്ക്വയർ പിന്നെ cos x dx എന്നുള്ളത് du ആയി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u³ 3 ദാറ്റ് ഈസ് വീണ്ടും നമ്മൾ യുവിന് sin x തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 into sin³ x ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to π കൊടുക്കുമ്പോൾ സൈൻ പൈയുടെ വാല്യൂം 0 ആണ്, സൈൻ 0യും 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 വരും. Therefore these functions are orthogonal in this interval. ഇനി അടുത്തത് ഓർത്തോഗണൽ ആൻഡ് ഓർത്തോ നോർമൽ സെറ്റ്സ് ഓഫ് ഫംഗ്ഷൻസ്. ഇതൊക്കെ നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് ഓർത്തോ നോർമൽ വെക്ടേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻസില് ഓർത്തോ നോർമൽ സെറ്റ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻസ് എപ്പോഴാണ് ഓർത്തോഗണൽ ആവുക നമ്മൾ കണ്ടു. സെറ്റ് ഓഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് phi1 of x, phi2 of x, phi3 of x, etc. is said to be orthogonal on an interval closed interval ab if the inner product phi m phi n is equal to integral a to b phi m of x into phi n of x dx is equal to 0 if m not equal to n. അതായത് ഇതിലത്തെ ഏത് രണ്ട് പെയർ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് രണ്ട് പെയർ എടുത്തു കഴിഞ്ഞാലും അവര് ഓർത്തോഗണൽ ആയിരിക്കണം. എന്നാലാണ് ഈ സെറ്റിനെ നമ്മൾ ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഇന്റർവെൽസ് എന്ന് പറയുന്നത്. ഇനി അപ്പം നമുക്ക് വെക്ടേഴ്സിൽ പറയുന്നത് പോലെ തന്നെ ഫംഗ്ഷൻസിന്റെയും നോം പറയാം. വെക്ടറിൽ നോം ഓഫ് എ വെക്ടർ നോം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ പ്രോഡക്റ്റ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് യു വിത്ത് യുവിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻസിലും അത് ഡിഫൈൻ ചെയ്യാം. സോ ഇവിടെ സ്ക്വയർ നോം എന്നാണ് അതിനെ പറയാം, അല്ലെങ്കിൽ ജനറലൈസ്ഡ് ലെങ്ത് എന്നോ നോം എന്നൊക്കെ അതിന് വിളിക്കാം. നോം ഓഫ് ഫൈ എൻ ഓഫ് എക്സ് ഫംഗ്ഷൻ ആണ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് phi n വിത്ത് phi n. അപ്പൊ ഇതാണ് നോം കൊണ്ട് മീൻ ചെയ്യുന്നത്.
norm of phi n of x whole square is equal to inner product of phi n phi n. But inner product of phi n ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്റഗ്രൽ a to b phi n of എക്സിന്റെ സ്ക്വയർ ആണ്. അത് phi n of x into phi n of x എന്ന് പറയുന്നത് phi n of x square dx. So now phi n of x is equal to root of integral a to b phi n of x whole square dx. ഇനി ഈ നോം phi n of x ന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് ഓർത്തോഗണൽ കളക്ഷൻ ഓഫ് എന്താണ് കളക്ഷൻ phi n of x ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസും ആണ്. കൂടാതെ ഓരോന്നിന്റെയും നോമ് 1 ആണെങ്കിൽ നമ്മൾ അതിനെ ഓർത്തോനോർമൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയും. അപ്പൊ ഓർത്തോഗണലും ആവണം, ഓരോന്നിന്റെയും നോമ് 1 ആവണം. അപ്പൊ അടുത്തൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ദ സെറ്റ് 1 cos x cos 2x എക്സെട്ര is orthogonal on the interval closed interval minus pi pi. Find the norms of each of the functions in the above orthonormal set and hence construct the orthonormal set of functions. അപ്പൊ ഇവിടെ 1 cos x cos 2x എക്സെട്ര ഈ രീതിയിലാണ് ഫംഗ്ഷൻസ് തന്നിട്ടുള്ളത്. നമ്മൾ ഫൈ നോട്ട് ഓഫ് എക്സ് പേര് കൊടുക്കുന്നു. ഫൈ നോട്ട് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഫൈ എൻ ഓഫ് എക്സ് കോസ് എൻ എക്സ്. അപ്പൊ ഫൈ 1 എന്ന് പറയുമ്പോൾ കോസ് എക്സ്, ഫൈ 2 എന്ന് പറയുമ്പോൾ കോസ് 2x ആ രീതിയിൽ വരും. അപ്പൊ ഇനി ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഓർത്തോഗണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇന്റെ ഇന്റർവൽ പോസിബിൾ മൈനസ് പൈ പൈ. അപ്പം ഫൈ നോട്ടും ഫൈ എൻ എടുക്കും. ജനറലി ഒരു ഫൈ നോട്ടും കൂടെ ഉള്ള ഇന്നർ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഫൈ നോട്ട് ഓഫ് എക്സ് ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഫൈ നോട്ട് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ 1 കോസ് എൻ എക്സ് ഡി എക്സ്. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് മൈനസ് പൈ ടു പൈ കൊടുക്കുന്നു. ഇപ്പോൾ സൈൻ എൻ പൈ മൈനസ് സൈൻ ഓഫ് മൈനസ് എൻ പൈ. പക്ഷെ സൈൻ ഓഫ് മൈനസ് എൻ പൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എൻ പൈ ആണ്. സൈൻ എൻ പൈയുടെ വാല്യൂ ഏത് എന്നെ കൊടുത്തു കഴിഞ്ഞാലും 0 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ 0 എന്ന് കിട്ടും. ഇനി ജനറലി വേറെ ഏത് കോസ് എക്സ് കോസ് എക്സ് കോസ് ടു എക്സ് കോസ് ടു എക്സ് അതിലത്തെ ഏത് രണ്ടെണ്ണത്തിലെയും നമുക്ക് ജനറലി രണ്ടെണ്ണം എന്നുള്ള രീതിയിൽ ഫൈ എം ഫൈ എൻ എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഫോർ എം നോട്ട് ഈക്വൽ ടു എൻ എന്താണ് ഈ ഒരു ഇന്നർ പ്രോഡക്റ്റ് ഫൈ എം ഫൈ എൻ, അതായത് ഫൈ നോട്ട് മാത്രമാണ് 1, ബാക്കിയുള്ളതൊക്കെ കോസിലുള്ള ഫംഗ്ഷൻ ആണ്. അതാണ് ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഫൈ നോട്ട് ഫൈ എൻ ജനറലി കണ്ടുപിടിച്ചു. പിന്നെ ഫൈ നോട്ട് അല്ലാത്ത ബാക്കി എല്ലാവരും കോസ് ടൈപ്പിലുള്ളതല്ലേ. അപ്പൊ അതിന് ജനറലി ഫൈ എം ഫൈ എൻ ഈ ഒരു ഇന്നർ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഫൈ എം ഓഫ് എക്സ് ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഇസ് ഇക്വൽ ടു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് എം എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഒന്ന് കോസ് ഒന്ന് സൈൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൊക്കെ ചെയ്യായിരുന്നു. അതിന്റെ ഇവിടെയുള്ള ഫംഗ്ഷൻ ഒരേപോലെ ആവണം കേട്ടോ, എന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യുന്നു. കോസ് എ കോസ് ബി 2 കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ആണ്. അപ്പൊ ഇവിടെ കോസ് എം എക്സ് കോസ് എൻ എക്സ് എന്ന് പറയുമ്പോൾ കോസ് എം പ്ലസ് എൻ ഓഫ് എക്സ് പ്ലസ് കോസ് എം മൈനസ് എൻ ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇവിടെ 2 ടൈംസിലാണ് ഈ വാല്യൂ. അപ്പൊ ഇവിടെ ഇത് മാത്രം എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പം അത് വെച്ചിട്ട് നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പൊ കോസ് എം പ്ലസ് എൻ ഓഫ് എക്സിന്റെ ഇന്റഗ്രല് സൈൻ എം പ്ലസ് എൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എം പ്ലസ് എന്ന്, പിന്നെ ഇതിന്റേത് സൈൻ എം മൈനസ് എൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ ബിറ്റ്വീൻ ദി ലിമിറ്റ് മൈനസ് പൈ ടു പൈ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ സൈന് പൈയിലായാലും മൈനസ് പൈയിലായാലും ഇവിടെ ഇതൊക്കെ ഇന്റിജേഴ്സ് അല്ലേ. ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ എടുത്തു കഴിഞ്ഞാലൊക്കെ വാല്യൂ 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ 0 എന്ന് തന്നെയാണ് കിട്ടുന്നത്. സോ ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു 0. അപ്പം ഈ ഇന്നർ പ്രൊഡക്റ്റ് 1 കോസ് എൻ എക്സ് ടൈപ്പിലായാലും കോസ് എം എക്സ് ടൈപ്പിലായാലും ഒക്കെ 0 ആണ്. അപ്പം എം എന്താണ് ഏത് ടൈപ്പ് ഇതിലത്തെ ഈ സെറ്റിൽ എല്ലാവരുടെയും ഏത് രണ്ട് പേരെടുത്തു കഴിഞ്ഞാലും അവരുടെ എല്ലാം ഇന്നർ പ്രോഡക്റ്റ് 0 ആണ്. ഫോർ ദാറ്റ് കളക്ഷൻ ഈസ് ആൻ ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫങ്ഷൻസ്. ഇനി അതിൽ പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരുടെയും നോമ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇപ്പൊ നോമ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈ നോട്ട് ഓഫ് എക്സിന്റെ നോമ് എന്ന് പറയുന്നത് അത് മാത്രമാണ് അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഫൈ നോട്ട് ഓഫ് എക്സിന്റെ നോമിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഫൈ നോട്ട് ഓഫ് എക്സ് സ്ക്വയർ ഫൈ നോട്ട് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ 1 ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ അവിടെ 2 പൈ എന്നുള്ളതാണ്. അതായത് എക്സ് എന്ന് വരും. ബിറ്റ്വീൻ പൈ ടു മൈനസ് പൈ ടു പൈ ചെയ്യുമ്പോൾ അവിടെ പൈ മൈനസ് പൈ എന്ന് പറയുമ്പോൾ 2 പൈ എന്ന് വരും. ഇതിപ്പോ നോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പൈ, നോമിന്റെ സ്ക്വയർ ആണ് ഈ വാല്യൂ. അപ്പൊ നോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2 പൈ. ഇനി ഫൈ എൻ ഓഫ് എക്സിന്റെ നോമ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് 1 പ്ലസ് കോസ് 2 എൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് ചെയ്യണം. അല്ലാതെ ഇവിടെ സ്ക്വയർ വന്നതുകൊണ്ട് വേറെ രീതിയിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്നിട്ട് ഓരോ ടേം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 1ന്റെ ഇന്റഗ്രൽ എക്സ്
കോസ് 2nx-ന്റെ ഇന്റഗ്രൽ സൈൻ 2nx ഡിവൈഡ് ബൈ 2n ബിറ്റ്വീൻ ദി ലിമിറ്റ് -π to π കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. കാരണം സൈന് പൈയുടെ മൾട്ടിപ്പിൾസിലൊക്കെ വാല്യൂ 0 ആയതുകൊണ്ട് ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പൈ മൈനസ് π എന്ന് പറയുമ്പോൾ 2π എന്ന് വരും. ഇവിടെ ഓൾറെഡി ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അപ്പൊ π എന്നുള്ളതാണ് ആൻസർ. സോ നോമിന്റെ സ്ക്വയർ ആണ് പൈ. നോം ഈസ് ഈക്വൽ ടു √π. ഇനി ഇതിനെ ഓർത്തോ നോർമൽ സെറ്റ് ആക്കാൻ പറയുന്നുണ്ട്. ഓർത്തോ നോർമൽ സെറ്റ് ആക്കാൻ ഓരോ ഫംഗ്ഷൻസിനെയും അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 1നെ അതിന്റെ നോമായ √2π കൊണ്ട് ഡിവൈഡ് ചെയ്തു. cos x-നെ അതിന്റെ നോമായ √π കൊണ്ട്. ബാക്കി എല്ലാവരുടെയും നോം √π തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും √π കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് ഇസ് നൗ an orthonormal set of functions in this interval -π. ഇനി ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ ഓർത്തോഗണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ സം ആയിട്ട് ഒരു സീരീസ് എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് ഓർത്തോഗണൽ സീരീസ് എക്സ്പാൻഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി അത് തന്നെയാണ് നമ്മളിവിടെ എന്താണ് ഫൊറിയർ സീരീസിൽ ചെയ്യുന്നത്. cos x-ന്റെയും sin x-ന്റെയും ഓർത്തോ ആ കളക്ഷൻ എന്ന് പറയുന്നത് ഓർത്തോഗണൽ കളക്ഷൻ ആണ്. അതിന്റെ ഒരു സീരീസ് ആയിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്. A set of real valued functions phi0 of x, phi1 of x, etc. is said to be orthogonal with respect to a weight function w of x if integral a to b w of x into phi m of x phi n of x ds is equal to 0 if m not for all m not equal to n. വെയ്റ്റഡ് ആ ഡബ്ല്യൂയും കൂടെ ചേർത്ത് ഏത് ഫംഗ്ഷന്റെ വെയിറ്റ് ആണോ പറയുന്നത് അതിന്റെയും കൂടെ ഇന്റഗ്രലിനകത്ത് എഴുതിയിട്ടുള്ള ഇന്റഗ്രൽ വാല്യൂ 0 ആണെങ്കിലാണ് അതിനെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വെയിറ്റ് ഫംഗ്ഷൻ അവർ ഓർത്തോഗണൽ ആണെന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മള് എന്താണ് ഫൊറിയർ സീരീസിലേക്കാണ് പോകുന്നത്. അടുത്ത പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എന്താണ് ഫൊറിയർ സീരീസ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അപ്പം ഇവിടെ ഒരു കളക്ഷൻ ഓഫ് ഓർത്തോഗണൽ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഓർത്തോഗണൽ ഫങ്ഷൻസിന്റെ സീരീസ് ആയിട്ട് തന്നിട്ടുള്ള ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യാം. അതാണ് ഇവിടെ ഫൊറിയർ സീരീസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫൊറിയർ സീരീസിൽ എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത് സൈൻ ഫംഗ്ഷൻസും കോസ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ഈ കളക്ഷൻ എന്ന് പറയുന്നത് ഈ കോസിന്റെ ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആണെന്നുള്ളത്. അപ്പൊ ഇനി അതേപോലെ സൈനിന്റെ കളക്ഷനും ഓർത്തോനോർമൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഓർത്തോഗണാലിറ്റി നമുക്ക് പിന്നീട് ഉള്ള ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഇന്റഗ്രൽ -p to p cos m pi x by p cos n pi x by p dx. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് if m not equal to n equal to p if m equal to n ആണ്. അപ്പം അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രൽ -p to p cos m pi x by p cos n pi x by p എന്നുള്ളതിനെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ cos a cos b എന്നുള്ളതിനെ cos a plus b plus cos a minus b ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, അതാണ് ഈ ടേം എഴുതിയിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ടേമാണ് ഈ എഴുതിയിട്ടുള്ളത്. ബൈ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഇന്റഗ്രൽ സൈൻ ഓഫ് ദിസ് ഡിവൈഡഡ് ബൈ ഈ ഒരു എക്സ് അല്ലാത്ത ബാക്കിയുള്ള ടേം വരും. അതേപോലെ ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ് അല്ലാത്ത ഈ ഒരു പോർഷൻ അത്ര വരും. ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ -p to p ആണ്. ഇപ്പൊ ഇവിടെ എക്സിനാണ് പി കൊടുക്കുന്നത്. അപ്പൊ എക്സിന് പി കൊടുക്കുമ്പോൾ ഇവിടെ നോക്കിയിട്ട് ഈ ഡിവൈഡഡ് ബൈ പിയും കട്ട് ചെയ്ത് പോകും. അപ്പൊ സൈൻ ഓഫ് m - n പൈ എന്നാ വരിക. ഇവിടെ സൈൻ ഓഫ് m + n പൈ എന്ന് വരും. ഇഫ് m നോട്ട് ഈക്വൽ ടു n എമ്മും എന്നും ഡിഫറെന്റ് ആണെങ്കിൽ m - n എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണ്. അപ്പോൾ സൈൻ ഓഫ് ആൻ ഇൻഡിജർ ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 0 വരും. അതേപോലെ തന്നെ ഇവിടെയും സൈൻ ഓഫ് ആൻ ഇൻഡിജർ ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ 0 വരും. ഇനി m ഈക്വൽ ടു n ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ടേം എന്തായി മാറും? അത് രണ്ടും സെയിം ടേം ആവുമ്പോൾ cos² m pi x ഡിവൈഡഡ് ബൈ p dx എന്നുള്ളതായി. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? cos² ആണെങ്കിൽ 1 + cos 2x by 2 എന്നുള്ള ഫോർമുല വെച്ചിട്ട് മാറ്റി എഴുതി. ഇനി ഇതിന്റെ ഇന്റഗ്രൽ 1ന്റെ ഇന്റഗ്രൽ x, ഇതിന്റെ ഇന്റഗ്രൽ സൈൻ ഓഫ് ദിസ് ടേം ഡിവൈഡഡ് ബൈ പിന്നെ x ഒഴികെയുള്ള ബാക്കിയുള്ള ഈ ടേം എന്നുള്ളത് വരും. ബിറ്റ്വീൻ ദി ലിമിറ്റ് -p to p കൊടുക്കുന്നു. എനിവേ ഇത് എക്സിന് p കൊടുത്താലും -p കൊടുത്താലും ഈ ഒരു സൈനിന്റെ വാല്യൂ 0 ആണ് വരിക. ഇവിടെ കൊടുക്കുമ്പോൾ p - -p എന്ന് പറയുമ്പോൾ 2p എന്ന് വരും ബൈ 2. ദാറ്റ്സ് വാല്യൂ ഈക്വൽ ടു 2.